3000 ആളുകളെ ആയിരുന്നു സർക്കാർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രജിസ്ട്രേഷനിൽ വളരെ കൂടുതൽ ആൾക്കാർ വരികയും 5000-ൽ പരം ആൾക്കാരെ രജിസ്ട്രേഷനെ സമീപിക്കുകയും ചെയ്തതുകൊണ്ട് 3000 എന്നുള്ളത് 500 കൂടെ കൂട്ടി 3500 പേരെയാണ് നാളെ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ. ഇതിപ്പോ എവിടെ നിന്നുള്ള ആളുകളൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്? വിവിധ രാജ്യങ്ങളിൽ നിന്ന് തന്നെ പ്രതിനിധികളെ ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു. എങ്ങനെയാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചിരിക്കുന്നത്? ഒരു ആഗോള അയ്യപ്പ സംഗമം എന്നുള്ള പേരിന് അന്വർത്ഥമാകുന്ന രീതിയിൽ തന്നെ ആയിരിക്കുമോ പരിപാടി? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അടക്കമുള്ളവർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രതിനിധികളും ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിപുലമായ സമ്മേളനമായിട്ട് തന്നെയാണ് സർക്കാർ അതിനെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചിരിക്കുന്നത്. അതനുസരിച്ചുള്ള നടപടികൾ നാളെ നടക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രമാണ് എന്നുള്ള തരത്തിലാണ് പ്രതിപക്ഷത്തിൻ്റെയൊക്കെ ഒരു പ്രതികരണം. എന്താണ് അതിൽ പറയാനുള്ളത്? അല്ല, അതൊക്കെ അങ്ങനൊക്കെ പ്രതിപക്ഷത്തിന്റെ ഇത്തരം അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ശബരിമലയുടെ, പ്രത്യേകിച്ചും ശബരിമല ദേവസ്വം ബോർഡ് രൂപീകരിച്ച് 49 മുതൽ 4 വരെയുള്ള കാലയളവിൽ വന്ന വിവിധ ദേവസ്വം ബോർഡുകളുണ്ട്. ആ ദേവസ്വം ബോർഡുകളെല്ലാം പിന്താങ്ങിയ വിവിധ സർക്കാരുകളുമുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിന്റെ കാലത്ത് 2016 മുതൽ ഈ 2025 വരെയുള്ള കാലത്ത് ശബരിമലയിൽ വികസനത്തിന് ഈ ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ കൂടാതെ 255 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ പദ്ധതി അംഗീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരും ദേവസ്വം ബോർഡുമാണ് നിലവിലുള്ളത്. ഇതിനെയൊക്കെ കേവലം രാഷ്ട്രീയ താല്പര്യങ്ങൾക്കാണ് എന്ന് പറയുന്നത് അവരുടെ സങ്കുചിതമായ ഇടുങ്ങിയ മനസ്ഥിതിയെ മാത്രമാണ് കാണിക്കുന്നത്. അതല്ലാതെ ഈ ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് അജണ്ട ആയിട്ടുള്ളത്. ആ ബേസിക് അജണ്ടയെ എങ്ങനെ പൂർത്തീകരിക്കാം എന്നുള്ളതിന്റെ ചർച്ചകളാണ് നാളെ നടക്കുക. അതിനെ ഇങ്ങനെ കക്ഷിരാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ കാണേണ്ടത്? അങ്ങനെ കാണുന്നവർ അങ്ങനെ കാണട്ടെ എന്നല്ലാതെ അതിനെ സംബന്ധിച്ചൊന്നും പറയേണ്ടതില്ല. അത് ജനങ്ങൾക്ക് അനുഭവബോധ്യമുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നാളെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വരുമ്പോൾ ഇതിന്റെ ഒരു ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് കൂടുതൽ ശക്തി പകരുന്നതായിരിക്കുമല്ലോ അല്ലേ ഈ സംഗമം? തീർച്ചയായിട്ടും. അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം 53,60,000 പേരാണ് കഴിഞ്ഞ വർഷത്തെ തീർത്ഥാടന കാലയളവിൽ പങ്കെടുത്തത് ശബരിമലയിൽ. പക്ഷെ തീർത്ഥാടകർ കൂടുതൽ എത്തുകയാണ്, ആവശ്യങ്ങളുണ്ട്. നമ്മളെ വെർച്വൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ എണ്ണം ഓരോ തീർത്ഥാടന കാലയളവിലും 10,000 കണക്കിന് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനനുസരിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടക്കേണ്ടതുണ്ട്. അതെങ്ങനെയൊക്കെയാണ് നടത്താൻ കഴിയുക, ഏതൊക്കെ രീതിയിലാണ് അത് നടപ്പിലാക്കേണ്ടത് തുടങ്ങി വിവിധ വികസന വിഷയങ്ങളാണ്. പിന്നെ ഈ സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത് ശബരിമലയിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ടൊരു കാര്യമല്ല. തിരുപ്പതിയെ പോലുള്ള മഹാക്ഷേത്രങ്ങൾ അവിടെ അടക്കം ഈ സ്പിരിച്വൽ ടൂറിസം ആണ് കൺസീവ് ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അതിൻ്റെ അകത്ത് ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം പൂർത്തിയായാലല്ലേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാനും കഴിയൂ. അതുതന്നെയാണ് കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.